ഫോണോ? മുരുകേശന്റെ കയ്യിലോ? ഹലോ സർ, ഞങ്ങളുടെ തഞ്ചാവൂര് അരുന്ധതിയുടെ വീട്ടിലെത്തി. ആ, അവിടെ പാരാളെ മായാഗർത്തമെന്നും ചെകുത്താന്റെ കൊട്ടാരമെന്നും പ്രദേശവാസികൾ വിളിക്കുന്ന കൊല്ലിമലയുടെ അടിവാരത്തിലെ അത്ഭുത കാഴ്ചകൾ വിവരണാതീതമാണ്. ഇന്ന് വരെ മനുഷ്യൻ ഇറങ്ങിച്ചെന്നിട്ടില്ലാത്ത ഈ ഗർത്തത്തിലേക്ക് ഫോട്ടോഗ്രാഫർ അരുണിനൊപ്പം ഞാൻ നടത്തിയ യാത്രയുടെ ഫലം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. കൊല്ലിമലയിലെ വനവാസികളായ ചെമ്പരൻ വർഗക്കാരായിരുന്നു ഞങ്ങളുടെ സഹായികൾ. പുറം ലോകം കണ്ടിട്ടില്ലാത്ത, വ്യക്തമായ ഭാഷ പോലുമില്ലാത്ത ഒരു ആദിവാസി ഗോത്രത്തെ അവിടെ കാണാൻ ഇടയായി. അവരുടെ കൂട്ടത്തിൽ കണ്ട അവരുടെ ഗോത്രവർഗക്കാരിയല്ലാത്ത ഒരു സ്ത്രീ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ആംഗ്യ ഭാഷയിൽ ആദിവാസി മൂപ്പൻ പറഞ്ഞതനുസരിച്ച് കുറെ വർഷങ്ങൾക്ക് മുൻപ് അവർ മുകളിൽ നിന്ന് വന്നു വീണു എന്നാണ്. ഓർമ്മശക്തിയില്ലാത്ത, ജീവൻ മാത്രം ശേഷിക്കുന്ന അവരെ ഗവൺമെന്റിന്റെ സഹായത്തോടെ വളരെ പണിപ്പെട്ട് പുറത്തെത്തിക്കുകയായിരുന്നു. 6 വർഷം മുൻപ് കൊല്ലിമലയിലെ വാഹനാപകടത്തിൽ കാണാതായ അഡ്വക്കേറ്റ് അരുന്ധതിയാണ് ഇവർ എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ ഇപ്പോൾ കൊച്ചിയിലെ പോസിറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഹോസ്പിറ്റൽ. ഹലോ, ഇന്ന് ന്യൂസിൽ അരുന്ധതി എന്ന് പറഞ്ഞ സ്ത്രീയെക്കുറിച്ച് കേട്ടിരുന്നു. അവരിവിടെ ചികിത്സയിലുണ്ടോ? ഉണ്ടല്ലോ, അവർ ഐസിയുലാണ്. നിങ്ങളാരാ? ഹലോ, ആരാ സംസാരിക്കുന്നത്? ഇവിടെ അരുന്ധതി എന്ന് പറഞ്ഞ പേഷ്യന്റ് ഐസിയുലുണ്ടെന്ന് പറഞ്ഞിരുന്നു. സെക്കൻഡ് ഫ്ലോറിലാണ് ഐസിയു. സെക്കൻഡ് ഫ്ലോർ. താങ്ക് യു. ഓക്കെ. ഐ എം സോറി അരുൺ. കൊല്ലിമലയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അരുന്ധതിക്ക് പുനർജന്മം കിട്ടിയിട്ടുമില്ല. സ്വയം അപ്രത്യക്ഷയാവാൻ അരുൺ തീരുമാനിച്ചപ്പോൾ പ്രത്യക്ഷപ്പെടുത്താൻ ഞങ്ങളും തീരുമാനിച്ചു. തൂത്തുക്കുടി രാജരത്നത്തിന്റെ പേരിൽ ഹോക്സായി സ്വന്തമാക്കിയപ്പോൾ മുതൽ നിങ്ങളുടെ ലക്ഷ്യം 4 കൊലപാതകങ്ങളായിരുന്നു. അതിനിടയിൽ എന്തിനായിരുന്നു എന്റെ പോസ്റ്റിംഗ്? ഞാൻ ആദ്യം സംശയിച്ച നിന്നെ ആയിരുന്നില്ലേ അർജുൻ? അതായിരുന്നില്ലേ അയറിന്റെ ലക്ഷ്യവും? 6 വർഷം മുൻപ് കൊല്ലിമലയുടെ അഗാധ ഗർത്തത്തിലേക്ക് പോയ അഡ്വക്കേറ്റ് അരുന്ധതിയും ഇപ്പൊ കൊല ചെയ്യപ്പെട്ട 4 പേരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിന് തെളിവുണ്ട്. The same iPhone. ഒരു ഭ്രാന്താശുപത്രിയുടെ ലോക്കറിൽ മനോനില തെറ്റിയ മുരുകേശന്റെ പേഴ്സണൽ തിങ്സിനൊപ്പം വിശ്രമിച്ചിരുന്ന ഈ മൊബൈൽ അഡ്വക്കേറ്റ് അരുന്ധതി അവസാനമായി ഉപയോഗിച്ചിരുന്ന അതേ മൊബൈൽ. മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസം ഈ നമ്പറിലേക്ക് ഒരുപാട് ഇൻകമിംഗ് കോൾസ് വന്നിരുന്നു. നിരന്തരം വിളിച്ചിരുന്നത് 4 നമ്പറുകൾ. ആ 4 നമ്പറുകളുടെ അന്നത്തെ ഉടമസ്ഥർ ആദിത്യൻ, വിജയ്, കൃഷ്ണമൂർത്തി, ആന്റണി
അഡ്വക്കേറ്റ് അരുന്ധതിയെ അവർ കൊന്നതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് ഐറിന് അറിയാം. കാരണം അഡ്വക്കേറ്റ് അരുന്ധതി ഐറിൻ്റെ അമ്മയാണ്. അഞ്ചാം വയസ്സ് വരെ ഐറൻ ഒരു അനാഥാലയത്തിലായിരുന്നു. യുവർ നോഫൻ. ഐറിൻ്റെ അനാഥബാല്യത്തിൻ്റെ ഇരുട്ടിലേക്ക് ജീവിതത്തിൻ്റെ വെളിച്ചവുമായി അവർ വന്നു. തഞ്ചാവൂരുകാരായ ചിദംബരവും ഭാര്യ അരുന്ധതിയും. അരുന്ധതി അങ്ങനെ ഐറിൻ്റെ വളർത്തമ്മയായി. പൊയ്ക്കോ, അച്ഛനും അമ്മയും കിട്ടിയില്ലേ? കുറെ ഉടുപ്പുകളും കിട്ടും, കളിപ്പാട്ടങ്ങളും കിട്ടും. അപ്പ എന്നെ മറക്കുവോ? ഇനി മുതൽ മീക്കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആന്റിയാ. അയറിന് കിട്ടുന്നതൊക്കെ മീമോൾക്കും കിട്ടും. അയറിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോ മദറിനോട് പറഞ്ഞ് മോളെ വിളിച്ചാ മതി. പോയതിൻ്റെ പിറ്റേ ദിവസം കുഞ്ഞുമേയും ഓർഫനേജിൽ നിന്നും മിസ്സിംഗ് ആയി. മിസ്സിംഗ്. കാണാതെ വന്ന അനാഥ കുട്ടികൾക്ക് പോലീസ് കൊടുക്കുന്ന ഉപചാരം. മിസ്സിംഗ് എന്ന വാക്കും അതിൻ്റെ അടിയിൽ ചുവന്ന ഒരു വരയും. എൻ്റെ മിയെ പോലെ എത്ര കുട്ടികൾ ദിവസേന കാണാതെ വന്നുണ്ട്. അവരെവിടെ പോണു? എന്തിനു പോണു? എവിടെ ജീവിക്കുന്നു? ഉത്തരം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? മിസ്സിംഗ് ആയ എത്ര കുട്ടികൾ തിരിച്ചു കിട്ടി? പറ. പതുക്കെ പതുക്കെ ഞാൻ പോലും അവളെ മറന്നു തുടങ്ങി.